ഹലോ അസ്സലാമു അലൈക്കും. എടാ, +2 ക്രിസ്മസ് അറബിക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില വൺ വേർഡുകൾ പറയാം കേട്ടോ. ഞാൻ ഈ പറയുന്ന വൺ വേർഡിൽ നിങ്ങൾക്ക് എന്തായാലും ചിലത് നിർബന്ധമായിട്ടും ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ക്വസ്റ്റ്യൻ കാണാം. ചിലപ്പോൾ എല്ലാവരും ചോദിക്കും, അല്ലെങ്കിൽ ഇതിലെ ചില ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചോദിക്കും. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം മനസ്സിലാക്കി പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലുഅത്തുല്ലാദ് ഉണ്ട് അല്ലേ? ലുഅത്തുല്ലാദ് എന്നുള്ളത് ലുഅത്തുൽ അറബിയ, അറബി ഭാഷയുടെ മറ്റൊരു പേരാണെന്ത്, ലുഅത്തുല്ലാദ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് മിക്കവാറും അറബി ഭാഷ ഉണ്ടോ? അപ്പോൾ അറബി ഭാഷ ഇവിടെ ഇല്ല. നമ്മൾ അടുത്തൊരു കാര്യം പഠിക്കണത് ലുഅത്തുൽ സാമിയ അല്ലേ? ലുഅത്തുൽ അറബിയ, ലുഅത്തുൽ സാമിയ. ലുഅത്തുൽ സാമിയ എന്ന് പറഞ്ഞാൽ സെമറ്റിക് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ അറബി ഭാഷ 2 വൺ വേർഡ് പഠിച്ചോ, ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ. ലുഅത്തുൽ അറബിയ, അറബി ഭാഷ ഏതാണ്? അത് ലുഅത്തുല്ലാദ് എന്നതിന് പേരുണ്ട്. പിന്നെ ലുഅത്തുൻ സാമിയ എന്നാണ് സെമറ്റിക് ലാംഗ്വേജിൽ പെട്ട ആ സെമറ്റിക് പ്രാചീന കുറേ ഭാഷകളുണ്ട്, അതിൽപ്പെട്ട ഒരു ഭാഷയാണെന്ത്, അറബിക് ഭാഷ. ഓക്കെ, ഇതുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വൺ വേർഡിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് ലാ തെലുംനി. ലാ തെലുംനി എന്നുള്ളത് നിങ്ങൾ സെക്കൻഡ് ടൈമിൽ പഠിക്കുന്ന ഒരു കവിതയുടെ പേരാണ്, ഒരു മൻലൂമത്തിൻ്റെ പേരാണ്. ആ കവിതയുമായി ബന്ധപ്പെട്ടിട്ട് ആ കവിതയുടെ കവിൻ്റെ പേരും ഇവിടെ നോക്കാം. എന്താണ്? ഹലീമു ദമ്മൂസ് ആണല്ലേ. ഹലീം ഇബ്രാഹിമിന് ഹലീം ജരീസ് ദമ്മൂസ് അതിൻ്റെ മുഴുവൻ പേര്. ഹലീമു ദമ്മൂസ് എന്നാണ് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. ദാൽ തെലുംനി എന്ന് പറയുന്ന കവിത എഴുതിയ കവിൻ്റെ പേരെന്താണ്? ഹലീമു ദമ്മൂസ്. ഷുവറാണ് ഇത് റിലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ, ഒരു വൺ വേർഡ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിനുണ്ടാവും. ഓക്കെ, ഇനിയോ മവാഇദുൽ ഉഖൂബ്. ഇത് ചോദിക്കാൻ വളരെ സാധ്യത ഉണ്ട്. അതെന്താ നോക്കാം. മവാഇദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം എന്നാണ്. ഉർക്കൂബ് ഒരാളെ പേരാണ്. ഉർക്കൂബിൻ്റെ വാഗ്ദാനം നമ്മളൊരു പഴഞ്ചൊല്ല് പഠിച്ചതാണ്, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകത വെച്ചാൽ അതെന്താണ്? ഉർക്കൂബിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ല് എപ്പോഴാണ് പറയാമെന്നറിയാം? ആ പഴഞ്ചൊല്ല് പറയൽ ഇഖ്ലാഫ് ലംഘിക്കുമ്പോഴാണ്. അൽ വഅദ് വാക്ക്, കരാറ്. വാക്കിൽ ഒരാൾ ലംഘിക്കുമ്പോൾ, ഒരാൾ വാക്ക് പറഞ്ഞത് പിന്നെ ലംഘിക്കുമ്പോൾ, വാക്ക് മാറ്റി പറയുമ്പോൾ അയാളെക്കുറിച്ച് പറയുന്ന പഴഞ്ചൊല്ലാണെന്ത്, മവാഇദുൽ ഉർക്കൂബ്. ഇതുമായി ബന്ധപ്പെട്ട് വൺവേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഷുവർ ആയിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഹിന്ദ് ബിൻത്ത് അബി ഉമയ്യ. ഹിന്ദ് ബിൻത്ത് ഇതൊരു സ്ത്രീൻ്റെ പേര്, ഇസ്ലാമിലെ ഒരു സഹാബി വനിതയുടെ പേരാണ് ഹിന്ദ് എന്ന് പേര്. ബിൻത്ത് അബു ഉമയ്യ. അപ്പോൾ അവരെ ഉപ്പാൻ്റെ പേരെന്താണ്? അബു ഉമയ്യ എന്നാണ്. ഹിന്ദ് എന്ന് അവരുടെ പേര്, ഉപ്പാൻ്റെ പേര് അബു ഉമയ്യ. ആരെ പേരാണത്? നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാകും ഒരു ചരിത്രം, അൽ അൻതു വഹീദ എന്ന ചാപ്റ്ററിൽ ഉമ്മു സലമ എന്ന് പറയുന്ന സഹാബി വനിത ഉണ്ട്. അവരെ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും. ഈ ഉമ്മു സലമയുടെ യഥാർത്ഥ പേര് ഹിന്ദ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അവർ ഉപ്പാൻ്റെ പേരെന്താണ്? അബു ഉമയ്യ എന്നാണ്. ഓക്കെ, അബു ഉമയ്യ എന്നാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു പേരോട് ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിൻ്റെ ഒരു പേര് ഞാനിവിടെ നോട്ട് ചെയ്യാണ്. സാദു റക്കബ് എന്നാണ്. സാദു റക്കബ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന പേരാണ്. ഉമ്മുസലമയുടെ ശരിക്കുള്ള പേര് ഹിന്ദ് എന്നാണ്. ഹിന്ദിൻ്റെ ഉപ്പാൻ്റെ പേര് അബു ഉമയ്യ എന്നാണ്. അബു ഉമയ്യനെ വിളിക്കുന്ന അറിയപ്പെടുന്ന വിളിപ്പേരുണ്ട് സാദു റക്കബ്. ഇതിൽ നിന്ന് 4 ഒരു ക്വസ്റ്റ്യൻ വൺ വേർഡിൽ എന്തായാലും ചോദിക്കും. ദെൻ നിങ്ങൾ ഫസ്റ്റ് ടേമിലുള്ള ക്വസ്റ്റ്യൻ ഖൈറുള്ള. ഈ ഫസ്റ്റ് ടേമിലത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ പെട്ട ഒന്നാണ് ഖൈറുള്ള. ഖൈറുള്ള കവിതയുടെ പേര് നമുക്കറിയാം. ആ കവിത എഴുതിയിട്ടുള്ള ആളാരാണ്? NK അഹമ്മദ് മൗലവി. ഇത് ഷുവറായി പറയണില്ല, പക്ഷേ ഇത് ഫസ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻ കുറച്ച് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഏതെങ്കിലും വൺ വേർഡ് നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കാം. സോ നിങ്ങൾ ഈ ആൻസേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്കൊരു 3 മാർക്ക് എന്തായാലും ഷുവറാണ് വൺ വേർഡിൽ. അത് നിങ്ങൾ മിസ്സാക്കരുത് എന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.